തീർച്ചയായിട്ടും. കാരണം ഒത്തിരി ഷെയ്ഡ്സ് ഉള്ള ലെയേഴ്സ് ഉള്ള ഒരു കഥാപാത്രമാണ് റീച്ചൽ. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കഥാപാത്രം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാലില്ല. അല്ലെങ്കിൽ അത്രയും ശക്തിയായിട്ടുള്ള ചിലപ്പം അവരുടെ ഒരു ജീവിതം, അവരുടെ പാരൻസിൻ്റെ ലൈഫ്, ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവർ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടീം ചെയ്ത് എടുത്തേക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ആനന്ദിനി എൻ്റെ അടുത്ത് ഈ കഥ പറയുമ്പം ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു രാഹുൽ മണപ്പാട്ട് അതെ എഴുതിയത്. അത് ഒത്തിരി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. അതിൽ നിന്നാണ് പിന്നീട് അതൊരു സിനിമയായിട്ട് ഡെവലപ്പ് ആവുന്നതും ഒക്കെ. അപ്പം ആ ഒരു ബിഗിനിങ് തൊട്ടേ എനിക്ക് ആ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞു, ആ ഒരു ജേർണിയുടെ ഭാഗമാകാൻ കഴിഞ്ഞു. ആ സമയം തൊട്ട് എനിക്ക് റേച്ചലിനെ അറിയാം. റേച്ചൽ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടി വന്നു. ഇറച്ചി വെട്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നാടൻ തോക്ക് യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇതിനു വേണ്ടി ഹോംവർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഏറ്റവും ഒതൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ ആനന്ദിനി ആയാലും, ആനന്ദിനിക്ക് ഈ കാട് ഇതിൻ്റെ അകത്തൊരു പ്രധാന ഒരു കഥാപാത്രം തന്നെയാണ്. അപ്പം നമ്മൾ പറയുന്ന ഡയലോഗുകൾ, ഇതൊക്കെ ഏറ്റവും ഒതൻറ്റിക് ആയിട്ടുള്ള വേട്ടക്കാരുടെ കാര്യം കൂടി, ഒരു ലൈഫും കൂടി പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം അതൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്.